ദേ ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയൊരു വിഭവമായിട്ടാണ്. പുതിയതല്ല, നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വിഭവം തന്നെയാണ്. ഞാൻ ഇന്ന് വലസനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ വലസനല്ലേ, എപ്പോഴും അത് ഉണ്ടാക്കി കഴിച്ച് വായിൽ അതേ വരുന്നത്. തെരളി തെരളി കണ്ട മാവ് കയ്യിലെടുത്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. തെരളികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം തെരളി ഉണ്ടാക്കാനായിട്ട് ഞാൻ പഴമെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരിപ്പൊടി, അതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അരിയുടെ ഇത് ഇരിക്കുന്നത്. വീട്ടിലുള്ള അരി ഭയങ്കര പൗഡറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും പൗഡറായിട്ടുള്ള അരി നല്ലതല്ല. ഇതിനകത്ത് കുറച്ച് നമുക്ക് തരിതരിയുള്ള അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു നാഴി അരിയെടുത്ത് വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിർന്നതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തു. ആ പൊടിയാണ് കേട്ടോ. നമുക്കത് തട്ടിയിട്ട് കൊടുക്കാം. ഇത് പടിയിലോട്ട് ഇനി ഒന്നും കൂടെ കറങ്ങിയാലേ വരും കണ്ടോ. അതെല്ലാം അങ്ങ് ഇനി കുറച്ചും കൂടെ ഉണ്ട്. ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് എടുക്കട്ടെ. പിന്നെ ശർക്കര ഇവിടെ ഇരുന്നു കേട്ടോ, ശർക്കര. അപ്പോൾ അത് ഞാൻ ശർക്കര ഏലക്ക ഒരുമിച്ചിട്ട് പൊടിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മാവെല്ലാം ഞാൻ എടുത്തിട്ട് കണ്ട് നല്ല രസമുണ്ട്. നല്ല തരിതരി കണക്കുള്ള മാവ്. അതിനകത്ത് തന്നെ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് തന്നെ ശർക്കര കുറച്ച് കട്ടിയുള്ള ശർക്കര ഇവിടെ ഇരുന്ന് അത് ഒരുവിധം പൗഡറും കാര്യങ്ങളൊക്കെ എനിക്കിനി പിച്ചാത്തി വെച്ച് അതിനെ ചെയ്യാനൊന്നും വയ്യ. ആവശ്യമായ ഏലക്ക അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് മിക്സിയിൽ ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ പൗഡർ ചെയ്ത് നല്ല മണം. ഞാനിത് സത്യം പറയാം, ശകലം കണ്ണ് ഒരുമാതിരി നീറി. നമ്മൾ ഈ വിക്സ് മിഠായിയൊക്കെ വായിലോട്ട് ഇടുമ്പോഴേ നമുക്കൊരു ഒരു ഒരു പ്രത്യേക ഒരു എരി കിട്ടത്തില്ലേ. സത്യം ഈ ഏലക്കയും ശർക്കരയും കൂടെ പൊടിച്ചപ്പോൾ എനിക്ക് ആ ഒരു പ്രതീതിയാണ് കിട്ടിയത്. താണ്ട കുറേ തണ്ട് കണക്ക് കിടക്കുന്നു. ഇത് എന്താവുമോ ആവോ, കഴിക്കുന്നവർക്കെല്ലാം അത് എടുത്ത് കളയേണ്ടി വരുന്ന അവസ്ഥയാട്ടോ. ഇത്രയും പൊടി ഉണ്ടായിരുന്നു, കുറച്ച് പൊടിഞ്ഞാൽ മതിയായിരുന്നു. ആ സാരമില്ല. അതെ, തട്ടിയിട്ടപ്പോൾ അറിയുന്നില്ല. പക്ഷെ അതെ, ഈ മേളിലെ ഭാഗമില്ലേ പൊടിഞ്ഞ്, അത് മേളിൽ വന്ന് അതിൻ്റെ ഈ ചകിരിയും തുമ്പെല്ലാം കിടന്നത് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ശർക്കരയുടെ മധുരം തികയത്തില്ല. അത് പഴയ ഇത് കട്ടിയുള്ള ശർക്കര കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, കുറച്ച് ശർക്കരയും കൂടെ പൊടിയും കൂടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിന് നല്ല മധുരം ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. ഇന്നലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഈ അരിപ്പൊടി ഉണ്ടല്ലോ, ഈ മധുരങ്ങളെല്ലാം വലിച്ചെടുക്കും. നമ്മൾ ഗോതമ്പാണ് കണ്ടത്. എത്ര മധുരം കിട്ടിയാലും എന്ത് പറയുന്നത്, ഒരു ഭീമാകാരമായ ഒരു വായാണ്. ഈ അരിപ്പൊടിയിൽ എത്ര മധുരം ഇട്ടാലും ആ മധുരം കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം ശർക്കരയും കൂടെ ആഡ് ചെയ്ത് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. സത്യം പറയില്ല, എൻ്റെ കയ്യിൽ ചുക്കൊന്നും സ്റ്റോക്കില്ല. ഏലക്ക ഇട്ടു. ഞാൻ ഏലക്ക മാത്രം ഇട്ടിട്ട് ഈ പഴവും ശർക്കരയും ഇലയുടെ മണവും കൂടെ ആകുമ്പം അടാറ് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ കുഴയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നെയ്യെല്ലാം കൂടെ ഇട്ട് ഇനി ഞാനത് മിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അയ്യോ, ഒരു കാര്യം മറന്ന്. അയ്യോ, തേങ്ങ എടുത്തില്ല. തേങ്ങ ഇരിക്കുന്നത് പൊട്ടിച്ച് തിരുമ്മി ചേർക്കാൻ മറന്നുപോയി. ഒരു മിനിറ്റ്, ഞാൻ ഇത് നിർത്തട്ട്. പിന്നെ ഞാൻ മാവ് കുഴച്ച് വന്നപ്പോഴേ ശർക്കരയും പഴവും എല്ലാം കൂടെ കുറച്ച് വന്നപ്പോൾ കുറച്ച് ലൂസായി കേട്ടോ. ഒരുമാതിരി വെള്ളം കണക്കായി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പഴത്തിൻ്റെ അളവ് കൂടിയെന്ന് തോന്നുന്നു കേട്ടോ. 4 കഴിഞ്ഞ് ഒരു പഴവും കൂടെ ഒരുമാതിരി പഴുത്തിരുന്നു. അങ്ങനെ 5 പഴം ചേർത്തപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഇച്ചിരി സൂചി എടുത്ത് ആഡ് ചെയ്തു കേട്ടോ. കാരണം എനിക്ക് വേറെ നിർവാഹം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇതും കൂടെ ആഡ് ചെയ്ത് കണ്ട. ഇനി ഞാൻ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് നോക്കാം. തേങ്ങ എല്ലാം കൂടി ഇടുമ്പം ചിലപ്പോൾ കറക്റ്റ് പരുവാകുമായിരിക്കും. അതെന്തായാലും ആകും. കാരണം സൂചിയെ വെള്ളം വലിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു പിടി സൂചി ആഡ് ചെയ്ത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അവിടെ കുമ്പിളെത്തുമ്പോഴത്തിനുള്ള ഇല എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കുമ്പിള് കെട്ടി ഇവിടെ ഇത് തന്നെ, വേറെ ഈർക്കിലൊന്നും എടുക്കത്തില്ല. ഈ തുമ്പുണ്ടല്ലോ, ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കുമ്പിള് റെഡി. ഓക്കെ, വേണ്ട കയ്യിൽ ഇച്ചിരി വെള്ളമായി എടുക്കുക. കുമ്പിള് മാവെടുത്ത് മാവ് കുമ്പിളിലോട്ട് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ഞങ്ങളുടെ ആ കുമ്പിളൊപ്പമൊക്കെ ഇത്രയും കുത്തി എൻ്റെ മോൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുഞ്ഞു മോൻ എൻ്റെ കുമ്പിളപ്പമല്ല അവൻ നിറയ്ക്കുന്നത് കണ്ടോ നിങ്ങൾ. എൻ്റെ പൊന്നു മിടുക്കൻ. അവനും അവനെ കൊണ്ട് പറ്റുന്ന കണക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. മിടുക്കൻ. അവൻ സ്വന്തമായിട്ട് കുമ്പിൾ കുത്തിയതേട്ടാ. കുത്തിയിട്ടില്ല, അവനിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. കുറച്ചും കൂടെ ബാക്കിയുണ്ട്. കണ്ടേ, അങ്ങനെ നമ്മൾ അടുപ്പിൽ ഓരോ കുമ്പിളപ്പം എടുത്ത് വെക്കുകയാണേ. കുമ്പിളപ്പത്തിന് നമ്മളിതാ എപ്പോഴും ഈ ഇലയുടെയൊക്കെ ഈ തണ്ടുകളുണ്ടല്ലോ, നല്ല മണമായിരിക്കും കേട്ടോ. ഈ തണ്ടിനെ കൊച്ചായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒടിച്ചിട്ട് നമ്മൾ ഇതിലങ്ങ് വെച്ച് കൊടുക്കണം. അത്രയും മണം ഇതിനകത്ത് അടിച്ചോളൂ. ഓക്കെ, തിളയ്ക്കുന്ന സൗണ്ട് കേട്ടോ, നല്ല വെളിയിൽ നിന്ന് നല്ല തിളയ്ക്കുന്നുണ്ട്. നമ്മൾ കമ്പും കൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചു കൊടുക്കാം.
എൻ്റെ നല്ല ആവി പറക്കുന്നത് നമ്മുടെ തെരളി ഇവിടെ റെഡിയായി കേട്ടോ. നല്ല ആവി പറക്കുന്നുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് വെളിയിലെടുക്കാം. കമ്പും കൊടിയെല്ലാം ആദ്യം എടുത്ത് വെളിയിൽ കളയാം. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം താണ്ട് ഞാൻ സെറ്റ് ചെയ്തു. നമുക്ക് ഇത്രയും കുമ്പിളപ്പം ഉണ്ടായിരുന്നു. അക്കൂട്ട കുമ്പിളപ്പം കഴിക്കാൻ ഓടിവാ. അക്കൂട്ട ഓടിവാ, മക്കൾ വന്നെടുത്തു. ഇത് കുമ്പിളപ്പം അല്ലെങ്കിൽ ഇതിനെന്താ പറയുന്നറിയാ? എന്താ ഇതിനെ പറയുന്നേ? ഐസ്ക്രീമാ? എന്നെ ചിരിപ്പിക്കുന്നത്. ഐസ്ക്രീം അല്ല, ഇത് തെരളി അല്ലെങ്കിൽ കുമ്പിളപ്പം. അവനെ എന്താണെന്നറിയാം അത് പറഞ്ഞത്. ഇതിൻ്റെ ഈ ഷേപ്പ് കണ്ടിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ കണക്കുണ്ട്, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. ഏത് വേണം? ആണ്ടെ വലിയത് എടുത്ത പെണ്ണായിരുന്നു, വലുത്. ഏത് വേണം എന്നാ? അല്ലെങ്കിൽ ഇതും നല്ലതാ. വേണ്ടേ ഐസ്ക്രീം കോൺ കണക്ക്. കഴിച്ചോ? അങ്ങനല്ല, അയ്യോ അങ്ങനല്ലടാ. ഇതാണ്ടേ ഇതിനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. ഇതിനെ അങ്ങോട്ട് എടുത്ത് കളയണം. ഇല മാറ്റിയിട്ട് ഉണ്ട്. ആവി ഇപ്പോഴും പോകുന്നുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ ഇലയുടെ. ഞാൻ കഴിക്കാൻ പോവാണ്. കഴിച്ചത് നല്ല വേണ്ട. ആ അരിയുടെ അധികം പൊടിയാത്തതിൻ്റെ രുചി അത് കണ്ടാലും അറിയാം. ഇതും പൗഡറായിട്ടില്ല. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും വന്നോളൂ, ഓരോന്നൊന്നും എടുത്തുകൊണ്ട് വെച്ചോളൂ. ഓക്കെ, ബൈ. പിന്നെ തെരളിയെ പറ്റി ഒരു ഓർമ്മ അറിയാലോ. ഞാൻ എപ്പോഴും ഓർമ്മകളിലോട്ട് ഇങ്ങനെ പോകുന്നത് എനിക്ക് വരുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് വീടിൻ്റെ അടുത്തൊക്കെ ഈ ശബരിമല സീസൺ വരുമ്പോഴുണ്ടല്ലോ. ശബരിമല സീസൺ വരുമ്പം എല്ലാവരും കഞ്ഞിസദ്യയൊക്കെ രാവിലെ കാണാം. എന്നിട്ട് അവർ മലയ്ക്ക് പോകുന്ന ദിവസം ഉണ്ടല്ലോ, അതിൻ്റെ തലേ ദിവസം രാത്രി വേണ്ട പല്ലി ചലിക്കുന്നു, സത്യമാണ്. തലേ ദിവസം രാത്രി ഇതേ കണക്കുള്ള തെരളി പുഴുങ്ങിയിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ഓരോ തെരളി, 1-2 തെരളിയും തരും. സോന ഉണ്ടാവും നിറച്ചും ഉണ്ടാക്കും. തെരളിയും തരും, കടല പുഴുങ്ങിയത്, തേങ്ങാക്കൊത്തും പിന്നെ ഈ കറിവേപ്പില ഉണക്കമുളകൊക്കെ ഇട്ട് കടുക് വറുത്തിട്ട് അതും തേയില വെള്ളവും. ആ തേയില വെള്ളത്തിനകത്ത് ചുക്കൊക്കെ കാണും. അങ്ങനെ കഴിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ട് കുറേ കഴിച്ചു. ഞാനൊരു 4-5 എണ്ണം കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തത്. ഇനി എനിക്ക് കഴിക്കാൻ വയ്യ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.